ഇന്ന് നമ്മളിവിടെ റെഡിയാക്കാൻ പോകുന്നത് പൊട്ടാറ്റോ ആൻഡ് എഗ് ബജി. ഒരു ചായ പലഹാരമാണ്. 2 സ്ലൈസ് പൊട്ടാറ്റോയുടെ ഇടയിൽ ഒരു സ്ലൈസ് മുട്ടയും വെച്ചിട്ട് മുക്കി പൊരിച്ച് നല്ല സൂപ്പർ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ബജി. അതിൻ്റെ ഒപ്പം ഒരു ഇൻസ്റ്റൻറ്റ് ചില്ലി സോസും ഉണ്ട്. നമുക്ക് ഇതുപോലത്തെ ബജി ഐറ്റംസ്, ഫ്രൈഡ് ഐറ്റംസിനായിട്ടൊക്കെ പെട്ടെന്ന് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഇൻസ്റ്റൻറ്റ് സോസ്. അപ്പോൾ ഇത് രണ്ടും കൂടി പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. വേഗം നോക്കാം. ഇതിനു വേണ്ടി നമ്മൾ 3 പൊട്ടാറ്റോസ് എടുത്തിട്ടുണ്ട്. ഒരുവിധം വലിയ പൊട്ടാറ്റോസ് ആണ് എടുക്കുന്നത്. ഇത് നമുക്ക് പീൽ ചെയ്ത് കഴുകി ഇനി സ്ലൈസസ് ആക്കി എടുക്കണം. സ്ലൈസ് ചെയ്യുമ്പോൾ വളരെ തിന്നായിട്ട് സ്ലൈസ് ചെയ്യണം. പറ്റണ അത്രയും ഈവനായിട്ട് ഉള്ള സ്ലൈസസ്, പറ്റണ അത്രയും തിന്നായിട്ടും സ്ലൈസ് ചെയ്യണം. ഒരുപാട് കട്ടി കൂടിയാൽ നമ്മൾ ഈ ബജി ഉണ്ടാക്കുമ്പോൾ പൊട്ടാറ്റോ വെന്ത് കാണില്ല. അപ്പം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ പൊട്ടാറ്റോസ് ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് കുറച്ച് നേരം മൈക്രോവേവിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യും. ഒരു 3 മിനിറ്റൊക്കെ. മൈക്രോവേവ് ഇല്ലെങ്കിൽ നമുക്ക് അടുപ്പത്ത് വെച്ച് ഒന്ന് സ്റ്റീം ചെയ്യാം. വെള്ളത്തിൽ ബോയിൽ ചെയ്യണ്ട, സ്റ്റീം ചെയ്തെടുത്താൽ മതി. ഇടിയപ്പത്തട്ട് ഒക്കെ പോലെ അതിൽ വെച്ചിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് പൊട്ടാറ്റോസ് കുറച്ച് വെള്ളത്തിൽ 10 മിനിറ്റ് സോക്ക് ചെയ്തിട്ട് വേണം ഇതുപോലെ സ്റ്റീം ചെയ്തെടുക്കാൻ. പിന്നെ ഞാനിവിടെ 5 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. മുട്ടയും നമുക്ക് ഇതുപോലെ സ്ലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ മുട്ട സ്ലൈസ് ചെയ്യുമ്പോൾ നമുക്ക് പൊട്ടാറ്റോസിൻ്റെ ആ സ്ലൈസിന് ചേർന്ന് ഈ നീളത്തിൽ സ്ലൈസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത്. വട്ടത്തിൽ സ്ലൈസ് ചെയ്താൽ നമ്മുടെ പൊട്ടാറ്റോ സ്ലൈസിനായിട്ട് അത്രയ്ക്ക് മാച്ച് ആവില്ല. അപ്പോൾ നീളത്തിൽ സ്ലൈസ് ചെയ്താൽ ഒരേ കനത്തിൽ നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ കടലമാവിൻ്റെ ഒരു ബാറ്റർ ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി 1/4 കപ്പ് കടലപ്പൊടി ഒരു ബോളിലേക്ക് ഇടാം. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് വെള്ളം പതുക്കെ പതുക്കെ ഒന്ന് ഒഴിച്ച് ഒന്ന് വിസ്ക് ചെയ്തെടുക്കണം. അത്യാവശ്യം കട്ടി വേണം ബാറ്ററിന്, ഒരുപാട് ലൂസായി പോകരുത്. അപ്പോൾ ഏകദേശം ശരിയായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നല്ലോണം വേണം, അല്ലെങ്കിൽ നമ്മുടെ ഉരുളക്കിഴങ്ങും പൊട്ടാറ്റോസിനൊന്നും ഉപ്പ് കാണില്ല. അപ്പോൾ അത്യാവശ്യം ഉപ്പ് പൊങ്ങി നിൽക്കുന്ന രീതിയിൽ ബാറ്റർ തയ്യാറാക്കണം. ഇനി നമുക്ക് ഇത് പൊട്ടാറ്റോ സാൻഡ്വിച്ച് പോലെ ആക്കിയിട്ട് വേണം ഇത് ഡിപ്പ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഒരു ബജിക്ക് വേണ്ടി 2 സ്ലൈസ് പൊട്ടാറ്റോയും 1 സ്ലൈസ് എഗ്ഗും എടുത്തിട്ട് നമുക്കിതുപോലെ ഒരു സാൻഡ്വിച്ച് പോലെ ഇങ്ങനെ ഉണ്ടാക്കണം. ഇതുപോലെ ബാക്കിയെല്ലാം നമുക്ക് റെഡിയാക്കാം. പൊട്ടാറ്റോ സ്ലൈസസ് എടുക്കുമ്പോൾ എഗ് സ്ലൈസ് അതേ സൈസ് മാച്ച് ചെയ്ത് എടുക്കാൻ നോക്കണം. എഗ്ഗിൻ്റെ 2 അറ്റം എത്തുമ്പോൾ എഗ്ഗിൻ്റെ സ്ലൈസ് ചെറുതായി വരും. അപ്പോൾ പൊട്ടാറ്റോൻ്റെ സ്ലൈസും അതനുസരിച്ച് ചെറുതെടുത്തിട്ട് വേണം ഇതുപോലെ ഉണ്ടാക്കാൻ. അപ്പോൾ അതുപോലെ എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഉപ്പ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യുന്നുണ്ട് ഞാൻ. ഉണക്കമുളക് ചതച്ചതാണ്. പിന്നെ ഞാനിവിടെ ഇതിൻ്റെ മുകളിൽ 2 ഐറ്റംസും കൂടി സ്പ്രിങ്കിൾ ചെയ്തിട്ടുണ്ട്. ഗാർലിക് പൗഡർ, പിന്നെ ഏതെങ്കിലും ഒരു ഡ്രൈഡ് ഹെർബ്. ഞാനിവിടെ ഡ്രൈഡ് മല്ലിയിലയാണ് ഉപയോഗിക്കുന്നത്. അതില്ലെങ്കിൽ ഡ്രൈഡ് ഒറേഗനോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഏതാണെന്ന് വെച്ചാൽ. മല്ലിയില എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ ഗാർലിക് പൗഡറും മല്ലിയിലയും കൂടി സ്പ്രിങ്കിൾ ചെയ്തിട്ടുണ്ട്. ഇനി ഓരോ ബജി എടുത്തിട്ട് നമുക്കൊന്ന് ബാറ്ററിൽ മുക്കണം. മുക്കുമ്പോൾ നന്നായിട്ട് എല്ലായിടത്തും ആവണം. ആ ഇടയിലുള്ള ഗ്യാപ്പിലൊക്കെ ബാറ്റർ ആവണ രീതിയിൽ വേണം മുക്കിയെടുക്കാൻ. ഈ സമയത്ത് ഇത് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ അടുപ്പത്ത് ചൂടാവുന്നുണ്ട് ഒരു ചെറിയ ചീനച്ചട്ടിയിൽ. അപ്പോൾ ഓരോ ബജി എടുത്തിട്ട് നമുക്കിതുപോലെ മുക്കി ഇത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ മൈക്രോവേവിൽ വെച്ചിട്ട് ഒരു 3 മിനിറ്റ് കുക്ക് ചെയ്ത പൊട്ടാറ്റോസാണ്.
അതുകൊണ്ട് അതിൻ്റെ വേവിന് പ്രശ്നമൊന്നും വരുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എണ്ണയിൽ ഇട്ടിട്ട് വളരെ ചെറിയ തീയിൽ വെച്ചിട്ട് നല്ല ശ്രദ്ധിച്ച് വേണം തിരിച്ചും മറിച്ചും ഫ്രൈ ചെയ്തെടുക്കാൻ. എന്നാലേ ആ പൊട്ടാറ്റോ സ്ലൈസസ് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ നേരത്തെ ആദ്യം പറഞ്ഞത് ഓർക്കണം, പൊട്ടാറ്റോ സ്ലൈസസ് തിന്നായിരിക്കണം, ഒരുപാട് കട്ടി കൂടരുത്. അങ്ങനെ അപ്പോൾ നമുക്ക് ഈ ബജ്ജിയെല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഫ്ലെയിം എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യണം. ചെറിയ തീയിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്കൊന്ന് കൂട്ടി കൊടുക്കണം, എണ്ണയുടെ ചൂട് കുറഞ്ഞു വരുമ്പോൾ. എന്നാലേ ബജ്ജി നല്ല ഈവനായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടുള്ളൂ. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്യരുത്, അല്ലെങ്കിൽ ബജ്ജി പെട്ടെന്ന് ഡാർക്ക് ബ്രൗൺ ആയി പോകും, അതിൻ്റെ ടേസ്റ്റും കുറയും. പിന്നെ എഗ്ഗിൻ്റെ ഏറ്റവും അറ്റത്തെ സ്ലൈസില്ലേ, കുറച്ച് കേർവ്ഡ് ആയിട്ടുള്ളത്, ഫ്ലാറ്റ് അല്ലാത്ത സ്ലൈസ്, ആ പീസ് വെക്കണ ബജ്ജി ഒന്നും കൂടി ശ്രദ്ധിച്ചിട്ട് വേണം എണ്ണയിലേക്ക് താഴ്ത്താൻ. ഫ്ലാറ്റ് ആയിട്ടുള്ള സൈഡ് താഴത്തേക്ക് വെക്കാം. അതുപോലെ തന്നെ പൊട്ടാറ്റോസ് നല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ലൈസ് ആയിരിക്കണം. എന്നിട്ട് ഒന്ന് എണ്ണയിലേക്ക് ഇങ്ങനെ ഇറക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് തെന്നി പോവാൻ സാധ്യതയുണ്ട്, സ്ലൈഡ് ചെയ്ത് പോവും. ഇതുപോലെ ഈ പീസ് പോലെ നമ്മുടെ ആ സാൻഡ്വിച്ച് ഷേപ്പ് കിട്ടില്ല. അപ്പോൾ അതൊന്നും കൂടി ശ്രദ്ധിച്ച് ചെയ്താൽ മതി. അതുപോലെ ഞാൻ ഷാലോ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ ഒരുപാട് ഹൈറ്റിൽ എണ്ണ എടുത്തിട്ടില്ല. നമ്മുടെ ബജ്ജി ഒന്ന് മുങ്ങിക്കിടന്നിട്ട് ടോപ്പ് എനിക്ക് ഇട്ട് കൊടുക്കാൻ പറ്റണ പാകത്തിലാണ്. അപ്പോൾ അത് ഇങ്ങനെ തെന്നി പോവുകയില്ല. ഇതുപോലെ ബജ്ജി ഐറ്റംസ് ചെയ്യുമ്പോൾ ഞാൻ ഈ 2 ഐറ്റമൊക്കെയാണ് ഫ്രൈ ചെയ്യാറ് ചെറിയ ചീനച്ചട്ടിയിൽ. അപ്പോൾ എണ്ണ കൂടുതൽ എടുക്കണ്ട. ഫ്രൈ ചെയ്ത ഓയിൽ പിന്നെയും യൂസ് ചെയ്യുന്നത് നല്ലതല്ല, അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിക്കണം. അങ്ങനെ നമുക്ക് എല്ലാ ബജ്ജിയും ഫ്രൈ ചെയ്ത് കിച്ചൺ പേപ്പറിലേക്ക് മാറ്റി വയ്ക്കാം, കുറച്ച് എണ്ണ ഒന്ന് പോയി കിട്ടാൻ. ഇത് നല്ല ചൂടാറുന്നതിന് മുമ്പ് തന്നെ കഴിക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്കിനി നോക്കാം ഇതിൻ്റെ ഇൻസ്റ്റൻറ്റ് ചില്ലി സോസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. വളരെ സിമ്പിളാണ് അതും. ഒരു ചെറിയ ഗ്രൈൻഡർ അല്ലെങ്കിൽ ഫുഡ് പ്രോസസ്സറിലേക്ക് നമുക്ക് ഒരു സവാള, ഒരു ടൊമാറ്റോ, ഒരു വലിയ അല്ലി വെളുത്തുള്ളി, ഒരു ഇതുപോലത്തെ നീണ്ട ചുമന്ന മുളകാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, ഫ്രഷ് റെഡ് ചില്ലി. ഇതില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള മുളക് ഇടാം. ഇതിനൊരുപാട് എരിവില്ല, എന്നാലും ചെറിയൊരു എരിവും ആ മുളകിൻ്റെ മണമൊക്കെ കിട്ടും. ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് കുറച്ച് വെള്ളവും ഒഴിച്ച്, ഒരുപാട് വേണ്ട, ഒരു 1/4 കപ്പ് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് എടുക്കാൻ പോവാണ്. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുക. കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്, കുറച്ചൊരു നല്ല ടേസ്റ്റ് കിട്ടും. അതിൻ്റെ ഒപ്പം 2 ടേബിൾ സ്പൂൺ മല്ലിയിലയും അതും കൂടി ഇട്ട് പിന്നെ 1 ടേബിൾ സ്പൂൺ വിനെഗർ ഇതും കൂടി ചേർത്ത് ഒന്നും കൂടി അടിച്ചിട്ട് ഇപ്പോൾ നല്ലൊരു കളറും ആയിട്ടുണ്ട്. ഏറ്റവും അവസാനം 1 ടേബിൾ സ്പൂൺ ഓലിവ് ഓയിലും ഉപ്പ് പാകത്തിന് ഇതൊക്കെ ഇട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയ നമ്മുടെ ഇൻസ്റ്റൻറ്റ് ചില്ലി സോസും റെഡിയാണ്. അപ്പോൾ ഈ പൊട്ടാറ്റോ എഗ് ബജി ഈ ചില്ലി സോസിൽ മുക്കി കുട്ടികൾക്ക് ഒന്ന് കഴിക്കാൻ കൊടുക്ക്. പൊട്ടാറ്റോ മാത്രമായിട്ട് ഉണ്ടാക്കണേലും നല്ലതാണ്, കുറച്ച് എഗ്ഗും കൂടി ചേർക്കുമ്പോൾ, പ്രത്യേകിച്ചും കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ. ചായയുടെ നേരത്തെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ക്വിക്ക് സ്നാക്കാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്താൽ ഉറപ്പായിട്ട് വിവരം അറിയിക്കാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന.